ഹലോ അസ്സാമലൈക്കും. എന്താണ് എല്ലാവരും വിശേഷങ്ങൾ? പുതിയൊരു വ്ളോഗായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. എൻ്റെ ചാനലിൻ്റെ പേര് കുക്കൂസ് കിച്ചൺ എന്നാണ്. അപ്പോൾ എൻ്റെ നെയിമും അത് തന്നെയാണ്, കുക്കു എന്ന് തന്നെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്നത്തെ പോലെ തന്നെ തീയൊക്കെ ഇതാ പൂട്ടി ഉമ്മാക്ക് കുളിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതേപോലെ ചേച്ചിയമ്മ വന്നിട്ടുണ്ട്. ഇന്ന് കുറച്ചൊക്കെ ദിവസമായിട്ട് ലീവായിരുന്നു, ആൾക്ക് വയ്യാത്തത് കൊണ്ട്. പിന്നെ വീഡിയോ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇട്ടിട്ടില്ല, ഉമ്മാക്ക് വയ്യാത്തത് കൊണ്ടാണ്. ഞാൻ ഒരാഴ്ചത്തെ ബ്രേക്ക് ഉണ്ടായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്ത് 2 ദിവസത്തെ വീഡിയോ എടുത്ത് 2 വീഡിയോയും ഒരു വീഡിയോ വോയിസ് കൊടുത്തിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ വീഡിയോ ആയിരുന്നു വോയിസ് കൊടുക്കുകയാണ്. അപ്പോൾ പോസ്റ്റ് ചെയ്യാൻ എനിക്ക് എല്ലാത്തിനും കൂടി ടൈം കിട്ടാത്തത് കൊണ്ട് എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നുണ്ട്. അപ്പോൾ പത്തിരിയും ഒക്കെ തന്നെയാണ് ചായയുടെ കടിയൊക്കെ. അപ്പോൾ ഗസ്റ്റ് ഉണ്ട് ഇന്ന്. ഇമ്മാനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ദിവസമാണ്. അപ്പോൾ അത് കാരണം നേരത്തെ എണീറ്റിട്ട് അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് കൊടുത്തിട്ട് വേണം പറഞ്ഞയക്കാൻ. അപ്പോൾ കുളിക്കാനുള്ള വെള്ളം വെച്ചു, അതൊക്കെ ആയിട്ട് ഉമ്മാക്ക് കൊടുത്തു. പിന്നെ ചോറിന് വെള്ളം വെക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ചേച്ചിയമ്മ വന്നത്. അപ്പോൾ ചേച്ചിയമ്മ എനിക്ക് വിറകൊക്കെ വെട്ടി തരുന്നുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ കൂടിൻ്റെ ചുറ്റുഭാഗമൊക്കെ ഒന്ന് അടിച്ചു വരുന്നുണ്ട്. എനിക്ക് കൂട് നല്ല അലമ്പായ പോലെ തോന്നി ഇന്നലെ. അപ്പം രാവിലെ തന്നെ അവിടെ ഇങ്ങനെ വൃത്തികേടായി കിടക്കുമ്പോൾ നല്ല ഒരു ഇടങ്ങേറ് പോലെ. അപ്പോൾ ലാസ്റ്റാണ് ഞാൻ ചെയ്യാറ്. പക്ഷേ എല്ലാവരും പോയില്ലേ, എല്ലാവരും പോയി. എന്താ പറയുക, ഒന്നുകൂടി നമ്മൾ ഫ്രീ ആയില്ലേ. അപ്പോൾ എനിക്ക് തോന്നി ആദ്യം തന്നെ അതുമ്മ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പോൾ കൂട് വൃത്തിയാക്കുമ്പോൾ ഇതാ ബബ്ബു വന്നിട്ട് ഇതാ നോക്കി പോകുന്നുണ്ട്. എൻ്റെ കൂടെ ആരോടോ വൃത്തിയാക്കുന്നേ, എനിക്കുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ട് വാളും അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഞാനതിനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞു ആളതാ ഇങ്ങോട്ട് തന്നെ കയറിപ്പോയി അത്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ അവർ സാവധാനം വന്ന് കഴിച്ചോളും. സൊട്ടു അതിൻ്റെ മേലെയുണ്ട് കേട്ടോ. സൊട്ടുവിനെ ഞാനിപ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ ആൾ നന്നായിട്ട് ചളിയിൽ കളിക്കുന്നുണ്ട്. എനിക്കത് കാണുന്നതേ ഇഷ്ടമല്ല. മഴ പെയ്തിട്ട് വെള്ളത്തിൽ നിന്ന് കളിക്കുക, ചളിയിൽ പോയി കിടക്കുക. ചൂട് കൂടിയിട്ടാണ് തോന്നുന്നു അങ്ങനെ ചെയ്യുന്ന ജീവികൾ. പൂച്ച അങ്ങനെ ചെയ്യത്തില്ല, പക്ഷെ നായ നന്നായിട്ട് വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. നമ്മൾ കുളിപ്പിച്ചാലും കാണാൻ വീണ്ടും പോയി വെള്ളത്തിൽ തന്നെ കിടക്കുന്നു. അപ്പോൾ എനിക്ക് അതിനെ ഇങ്ങനെ ഒന്ന് മുറ്റമൊക്കെ ഒന്ന് ഡ്രൈ ആയതിൻ്റെ ശേഷം ഇറക്കാനാണ് ഇഷ്ടം. ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പുറത്തിറക്കാമെന്ന് തോന്നി എനിക്ക്. അപ്പോൾ ചോറിൽ ഞാൻ വെച്ച വെള്ളം കൂടിയതല്ലാന്ന് പറഞ്ഞു ചേച്ചിയമ്മ. അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ട് അതൊന്ന് ഒഴിവാക്കി കൊടുത്തു കേട്ടോ. കാരണം അത്രയും വെള്ളം വേണ്ട, കുറച്ച് വെള്ളം മതി, ബാക്കി നമുക്ക് ഒഴിക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാ വാഷിങ്ങിന് ഇടുക ഞാൻ കേട്ടോ. ഉമ്മയുടെ ഡ്രസ്സുകളും പിന്നെ ബെഡ്ഷീറ്റ്, നിസ്കാരക്കുപ്പായം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കി കംഫർട്ടൊക്കെ ഇട്ട് നന്നായി മടക്കി ഒതുക്കി ഉമ്മാനെ ഹോസ്പിറ്റലും കാര്യങ്ങളും പോയിട്ട് ഉമ്മാനെ ചിലപ്പോൾ നേരെ അങ്ങോട്ട് പെങ്ങളെ വീട്ടിലേക്കാണ് കൊണ്ടുപോവുക. അപ്പോൾ അത് കാരണം അതൊക്കെ ഒന്ന് ഒതുക്കി പറക്കി വൃത്തിയാക്കി വെക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് വിശന്നു എനിക്ക്. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് നന്നായി വിശന്നു. അപ്പോൾ ഞാൻ ചായ കുടിക്കട്ടെ വെച്ചിട്ട് നല്ല പത്തിരിയും മുളകും കറിയുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഹണിയും ഉണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടപ്പോൾ ഞാൻ ഒരു പത്തിരി ഹണിയൊക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കട്ടൻ ചായ, പത്തിരിയും മുളകും കറിയൊക്കെ, അല്ലെങ്കിൽ നമ്മൾ തേങ്ങാപ്പാലിൻ്റെ കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുക നല്ല ഇഷ്ടമാണ്. അപ്പോൾ അലക്കിയതും കാര്യങ്ങളൊക്കെ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മേലെ കൊണ്ടുപോയി ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ മോൾ അതും പൊക്കി പിടിച്ച് ആൾ മേലേക്ക് കയറി അവിടെ ഒരു സാരി വെച്ചിട്ട് ഒരു ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. അതും ഇരുന്നാടുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നിനക്കുന്ന ഇതാണ്ട് ഇടായിരുന്നില്ലേ ചോദിച്ചപ്പോൾ വയ്യോ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവൂലേന്ന്. അപ്പോൾ അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ താഴത്തേക്ക് വന്നിട്ട് ഇപ്പോൾ അതാ ഞാൻ മീൻ കറി വെക്കാനുള്ള. അപ്പോൾ കിളിമീനാണ് മീന്. അപ്പോൾ അതൊന്ന് തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കട്ടെ വെച്ചിട്ട് നിൽക്കുവാണ്. അപ്പോൾ അതിൽ നല്ല മാങ്ങയൊക്കെ ഇട്ടിട്ടാണ് വെക്കുന്നത്. കിളിമീൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ തക്കാളിയും കാര്യങ്ങളൊക്കെ നന്നായി അരിഞ്ഞ് വെച്ചിട്ട് നന്നായി ചെറിയ എനിക്ക് കറിയിൽ നന്നായി തക്കാളി ആഡ് ചെയ്യണം, എനിക്ക് അതാണ് ഇഷ്ടം. തക്കാളിയും മാങ്ങയും ഉണ്ടായാൽ ഓക്കെയാണ്, കറി നല്ല ടേസ്റ്റ് വരും കേട്ടോ. പുളി അത്ര അങ്ങോട്ട് എനിക്ക് പെടുത്തല്ല, എനിക്കിഷ്ടമില്ല. ഇവിടെ ആർക്കും അങ്ങനെ അത്ര അങ്ങോട്ട് പുളി ഒഴിച്ച് കറി വയ്ക്കുക എന്ന് പറയുമ്പോൾ ആർക്കും അത്ര അങ്ങോട്ട് ഓവർ പുളിയായിട്ട് തോന്നും കറി, അങ്ങനെ തോന്നാറുണ്ട്. അപ്പോൾ ഇതേപോലെ അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ട് അതൊക്കെ ഇട്ട് ആ പൊടിയാട്ടോ ഞാനിപ്പോൾ എടുത്തിടുന്നത്. നമുക്കൊക്കെ റെഡിയായി ഇരുന്നാൽ നമുക്ക് കറിയൊക്കെ വെക്കുമ്പോൾ സ്പീഡിലെല്ലാം ആവുള്ളൂ. അല്ലെങ്കിൽ ഒക്കെ ആ ടൈമിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പാടാവില്ലേ. അപ്പോൾ നമ്മൾ ഏകദേശം ബോട്ടിൽസൊക്കെ ഏകദേശം കാലിയാവുന്നതിന് മുന്നേ തന്നെ നമ്മളൊക്കെ ഫില്ല് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിയായി കാര്യങ്ങളൊക്കെ ഓക്കെ.
ഉപ്പിൻ്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും കുറച്ച് ഇടുള്ളൂ. എനിക്ക് ഉപ്പ് ഇങ്ങനെ ഇടുക എന്ന് പറയുമ്പോൾ ഭയങ്കര, അതാണ് ഈ 2-3 തവണ ഇടണം. 8 കുറഞ്ഞു പോയി കൂടിപ്പോയോ എന്നുള്ള കൺഫ്യൂഷൻ എനിക്ക് ഒരിക്കലും വരില്ല, കുറഞ്ഞു പോയി എന്നുള്ള കൺഫ്യൂഷൻ വരുള്ളൂ. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയൊരു കൈ വരുന്നത് എന്താണെന്നറിയോ? ഞാൻ തേങ്ങ പിഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആൾ പറയാം അതിൽ നിന്ന് കുറച്ച് എനിക്ക് തരും. അപ്പോൾ ഞാൻ പിഴിഞ്ഞെന്നെ പിണ്ടി എടുത്ത് കുറച്ച് കൊടുത്തപ്പോൾ അവൾ പറയാം കേട്ടോ, ഇതെന്താ പിഴിഞ്ഞത് തരുന്നത്, പിഴിയാത്തത് താന്നിട്ടാവുന്ന, പിഴിയാത്തതെന്ന് കുറച്ച് കുറച്ച്. അപ്പോൾ എന്തിനാ വെച്ചിട്ടാ സൊട്ടുവിന് ഇട്ട് കൊടുക്കാൻ അത്ര തേങ്ങാപ്പീര. സൊട്ട് തിന്നോ എന്തെന്നത് അറിയില്ല. തേങ്ങാപ്പീര പൂച്ച കഴിക്കും, കുറച്ചൊക്കെ കഴിക്കും, പക്ഷെ സൊട്ട് കഴിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ മൂപ്പര് അതിനെ വീണ്ടും വന്ന് നോക്കിയിട്ട് ഇത് തന്നെ പരിപാടിയാണ്. കണ്ടില്ലേ, പീര വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും അതാ തേങ്ങ വെള്ളം പാലുള്ളത് മതി എന്നാണ് അവൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. തേങ്ങാപ്പാലിൽ കറിയിലേക്ക് ഞാൻ കുറച്ച് ചുവന്നുള്ളി നന്നാക്കാനുണ്ടായിരുന്നു. കറിയിൽ ചുവന്നുള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. കറിയിൽ ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇതാണ് ഞാൻ മെയിനിൻ്റെ ഇൻഗ്രീഡിയൻസ്. അത് അത്യാവശ്യം ഞാൻ ആഡ് ചെയ്യുകയും ചെയ്യും. നന്നായി അരച്ചിടൂല, ചതച്ചിടും. ഒക്കെ അങ്ങനെ കല്ലിൽ വെച്ച് കുത്തിയിട്ട് ഇടും. മാങ്ങ ലാസ്റ്റാണ് ഇടുക. മീനും മാങ്ങ ലാസ്റ്റാണ് ഇടുക ഞാൻ. ഈ കുത്തുന്ന സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഉമ്മ ചോദിക്കും എന്താ അവിടെ ഉച്ചവിളിയൊക്കെ ബഹളം എന്ന് ചോദിക്കും. എങ്ങനെയായാലും കേട്ടിട്ട് ചോദിക്കും. ഉമ്മയും ചോദിക്കും, അത് വിളിക്കുകയും ചോദിക്കും. ഞാൻ ചെറുതായിട്ട് ഞാൻ ഇടിക്കുന്നു, പക്ഷെ ഭയങ്കര സൗണ്ട് കാണും. അത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ എന്താ വല്ല പടക്കം പൊട്ടിക്കണോ ഇത്ര സൗണ്ടിൽ, ഇത്ര വിളിച്ച് പറയാൻ എന്നൊക്കെ ഇങ്ങനെ തോന്നും. ഞാൻ ചെറുതായിട്ട് ചതക്കുന്നുള്ളൂ, പക്ഷെ നല്ല ആ ഒരു കൗണ്ടർ ടോപ്പിലിട്ട് കുത്തുന്നത് കൊണ്ടാണ് തോന്നുന്നു ഭയങ്കര സൗണ്ട് അവർക്ക് ഫീൽ ചെയ്യും. അപ്പോൾ എൻ്റെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചു. ഞാൻ ആ കറിയിൽ ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞിട്ട് കറി അടുപ്പത്ത് വെച്ച് നന്നായി തിളച്ച് ഏകദേശം പറ്റിയതിന് ശേഷം നമുക്ക് ഉലുവ, പെരുംജീരകം, പിന്നെന്താ ചുവന്നുള്ളി അരിഞ്ഞത്, വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് എന്താക്കണം, വറുത്തെടുത്തിട്ട് കറിയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വെളുത്തുള്ളി, ഈ ഉലുവയുടെയും പെരുംജീരകത്തിൻ്റെ ഒക്കെ സ്മെല്ല് കറിയിൽ വരുമ്പോൾ നല്ല ഫ്ലേവർ വരും കറിക്ക് എന്നുള്ളത്. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. ഉലുവ, പെരുംജീരകം, ചുവന്നുള്ളി ഇവ 3 ആഡ് ചെയ്തിട്ട് കറി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല ഫ്ലേവർ തോന്നിയിട്ടുണ്ട് കറിക്ക്. അങ്ങനെ കറിയൊക്കെ വന്നിട്ട് ഗ്യാസ് മന്നൊക്കെ മാറ്റി വെച്ചു. ഇനി നമുക്ക് ക്ലീനിങ് പരിപാടിയാണ്. നമ്മൾ എടുത്ത സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണ്ടേ. അപ്പോൾ ഫ്രിഡ്ജിൽ ഇഞ്ചി വെളുത്തുള്ളിയും നന്നാക്കി വെച്ചതിൻ്റെ ബോക്സാണത്. അപ്പോൾ അതൊക്കെ ഒന്ന് അതിൽ ആക്കി വെച്ചു. ഫ്രിഡ്ജിൽ എന്തോ ചായയോ കാപ്പിയോ എന്തോ ആരോ വെച്ചിട്ടുണ്ടായിരുന്നു. മക്കളാരും തോന്നുന്നു എൻ്റെ വഴക്ക് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചാൽ തോന്നുന്നു. അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് പുറത്തൊക്കെ വെച്ചു. ഇനിയിപ്പോൾ അതിൽ എത്തിയിട്ട് എന്തിനാ വേസ്റ്റ് ആയില്ലേ. അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞു. അതൊക്കെ ഗ്ലാസ്സൊക്കെ കഴുകി വെച്ചു. പിന്നെ അതാ ഞാൻ ക്ലീനിങ്ങിന് നിൽക്കുവാണ്. ഒക്കെ ഇതിപ്പോൾ വീണ്ടും ഇങ്ങനെ വന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ ചട്ടി ഞാൻ അവിടെ ആദ്യം അങ്ങോട്ടാണ് വെച്ച്, പിന്നെ അവിടെ തുടക്കാൻ വേണ്ടി അവിടുന്ന് ഇങ്ങോട്ട് എടുത്ത് വെച്ചു. ഇനി വീണ്ടും അങ്ങോട്ട് തന്നെ എടുത്ത് വെക്കും. അത് വീഡിയോയിൽ വിട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തുടക്കുമ്പോൾ ഓരോ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കൂലേ, അതാണ് വന്ന്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഇത് വീണ്ടും ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ ഇവിടെ തുടക്കുമ്പോൾ അത് ഇങ്ങോട്ട് വെക്കും. ഒരു സത്യം പറഞ്ഞത് അത് അങ്ങോട്ട് മാറ്റി വെച്ച് ഫുള്ളായിട്ടാണ് തുടച്ചെടുത്തതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് വെച്ചാൽ മതി. പക്ഷേ എനിക്ക് എന്താണാവോ അതൊന്നും തോന്നൂല. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെച്ചാൽ അതങ്ങോട്ട് ശീലമായിപ്പോയി. ഇനി ഇപ്പോൾ അടുത്തത് എന്താ പറയുക, പിന്നെ ഈ തുടച്ച സ്ഥലം പിന്നെയും ഞാൻ തുടച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ചെറിയൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ആ തുടച്ച സ്ഥലം ആവും അത് ചിലപ്പോൾ. അപ്പോൾ വീണ്ടും ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കാൻ തോന്നും. സ്റ്റവ് ആണെങ്കിലും അടുപ്പാണെങ്കിലും എനിക്കതങ്ങനെ എനിക്കതങ്ങനെ കാണുമ്പോൾ എനിക്ക് തന്നെ തോന്നണം നല്ല വൃത്തി, നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോഴാണ് എനിക്കതൊരു സമാധാനമാണ്. പിന്നെ അവിടെ തുടക്കാൻ നോക്കൂല. അങ്ങനെ ആയിന്ന് കണ്ടാൽ പിന്നെ അവിടെ നിന്ന് വിടും. അപ്പോൾ അത് സ്റ്റൗവാണ് തുടച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റവ് നന്നായിട്ട് സോപ്പും ഡെറ്റോളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ, ഞാനങ്ങനെ പ്രത്യേകം ഒന്നുമില്ല. നമ്മൾ ഒന്നിച്ചെങ്കിൽ പാത്രം കഴുകുന്ന വാഷോ അല്ലെങ്കിൽ തിരുമ്പുന്നവോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ലിക്വിഡ് ഉണ്ടെങ്കിൽ അതും ഡെറ്റോളും കൂടി മിക്സ് ചെയ്തിട്ടാട്ടോ ഞാൻ തേക്കുക. കാരണം എന്തെങ്കിലും ഉറുമ്പോ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഡെറ്റോളിൻ്റെയൊക്കെ സ്മെല്ലടിച്ചാൽ ആൾക്കാർ ഈ പ്രദേശത്തൊക്കെ വരില്ല എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കൗണ്ടർ ടോപ്പ് ഈ ഗ്യാസിൻ്റെ അടിഭാഗം ഞാൻ എന്നും എടുത്ത് പൊക്കി തുടക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നമുക്ക് ഉറുമ്പ് വരാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ ഈ ഫുഡിൻ്റെ തരിയോ അതൊക്കെ അതിൻ്റെ അടിയിൽ വീണിട്ട് ഈ ഗ്യാസിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഉറുമ്പ് കയറിയാൽ പിന്നെ നമ്മൾ ഗ്യാസ് കത്തുന്ന ഭാഗം ഭയങ്കര സിമ്മായിട്ട് കത്തുള്ളൂ. ഉറുമ്പ് കയറിയ ഭയങ്കര പ്രശ്നമാണ്. ഒരിക്കൽ തന്നെ ഉറുമ്പ് കയറിയിട്ട് ആകെ എനിക്ക് പണി തന്നിട്ടുണ്ട്. ഗ്യാസ് കത്താണ്ടായിടോ, അതാണ് പ്രശ്നം. ഒരു ഗ്യാസ് തീരെ കത്തുന്നില്ല, ബാക്കി രണ്ടും കത്താം. പിന്നെ നമ്മൾ ആ ഒരു സ്റ്റവ് തന്നെ ഉപയോഗിച്ചിട്ട്
പിന്നെ ഇത് പിന്നെ ആ സ്റ്റവ് നാശമാവണ കോലത്തിലാവും. കാരണം അതന്നെ നമ്മൾ യൂസ് ചെയ്തിട്ട് അവസാനം സർവീസ് സെൻറ്ററിൽ നിന്ന് ആൾ വന്നിട്ട് മൊത്തം അഴിച്ച് ആയിട്ടാണ് ശരിയായത്. മക്കൾ പള്ളിയിൽ പോകട്ടോ. ഇത് ഫ്രൈഡേ വ്ളോഗാണ്, ഫ്രൈഡേ എടുത്തിട്ടുള്ള വ്ളോഗാണ് വെച്ചാൽ ഇന്ന് തന്നെ ഞാൻ വോയിസും കൊടുക്കുന്നത്, ഇന്ന് തന്നെ ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അങ്ങനെ അവരിതാ പള്ളിയിൽ പോകണം. പള്ളിക്ക് ആ കൂടി 2 മിനിറ്റ് നടന്നാൽ മതി കേട്ടോ, അവിടെ എത്തി പള്ളി. അങ്ങനെ മോൻ്റെ ഷർട്ടും കാര്യങ്ങളൊക്കെ വലിച്ചിട്ടാണ്. എവിടെ പോവാണെങ്കിലും ഒരു 100 എണ്ണം മൂപ്പര് നോക്കും, ഇത് ഭംഗിയുണ്ടോ ഇത് ഭംഗിയുണ്ട്. പ്രായം ഇതല്ലേ, ആൾക്ക് 18 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു പ്രായത്തിൻ്റെ ഇതാണ് കാണിക്കുന്നത്. ഓരോന്ന് മൂപ്പര് നോക്കും. അങ്ങനെ അവരൊക്കെ ഇറങ്ങിയതിന് ശേഷം അവർ റൂമൊക്കെ ഒന്ന് ഒതുക്കി വെക്കും കേട്ടോ. അവരുണ്ടാകുമ്പോൾ റൂം ഒതുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. ഈ ബെഡിൽ നിന്ന് ആ ബെഡിലേക്ക് ചാടും, ആ ബെഡിൽ നിന്ന് ഈ ബെഡിലേക്ക് ചാടും, അങ്ങനെയൊക്കെയാണ്. അപ്പം മോൻ്റെ ബ്ലാങ്കറ്റും അവർ 2 ആൺപിള്ളേർ ഇവിടെയാണ് കിടക്കുക. അതൊക്കെ ഒന്ന് ഒതുക്കി പറക്കി വൃത്തിയാക്കി വെച്ചു. അടിയിലുള്ള ആളെ ബെഡും അതേപോലെയൊക്കെ ഒന്ന് ആക്കി വെച്ചു. എന്നിട്ട് ആ ഹോളിൻ്റെ ഭാഗവും നിസ്കാര മുസല്ല എപ്പോഴും ആ ഒരു ഭാഗത്ത് എപ്പോഴും വെക്കും. പെട്ടെന്ന് നമുക്ക് ഗസ്റ്റ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ നമ്മൾ അങ്ങനെ മുസല്ല എടുത്തു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരവിടെ കാണുമ്പോൾ അത് എടുത്തിട്ട് അങ്ങനെ നിസ്കരിച്ചോളും. അവർ ഒതു കൊടുക്കാൻ മാത്രം അകത്തേക്ക് വന്ന് ഒതു കൊടുത്ത് മുസല്ല ഇട്ട് അവിടെ തന്നെ നിസ്കരിക്കാമല്ലോ. നല്ല സ്പേസ് ഉണ്ട് ഞങ്ങളെ ലിവിങ് റൂമിൽ, അവിടെ തന്നെ നിസ്കരിക്കും. അപ്പോൾ ആ ഭാഗവും കാര്യങ്ങളൊക്കെ ഒന്ന് സത്യം പറഞ്ഞാൽ ലിവിങ് റൂം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നിസ്കാര റൂമും കൂടിയിട്ടാണ്. എനിക്കും മക്കൾക്കൊക്കെ നിസ്കരിക്കുക അവിടെ ഭയങ്കര ഇഷ്ടമാണ്. അതൊരു ഉള്ളേരിയയിലായ കാരണം, ഒരു ഭാഗത്തൊരു ഒതുങ്ങിയ ഏരിയയിലായ കാരണം അവിടെ പോയിട്ട് നിസ്കരിക്കാനും ഓതാനൊക്കെ ഭയങ്കര ഇഷ്ടം അവിടെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഇരുന്ന് രാവിലെ ഇരുന്ന് ഓതാനും. റൂമിലൊക്കെ ഇരുന്ന് ഇങ്ങനെ അടച്ചു കൂട്ടിയിരുന്ന് നിസ്കരിക്കാനേക്കാളും ഇഷ്ടം ലിവിങ് റൂമിൽ വന്നിരുന്നിട്ട് നിസ്കരിക്കാനും ഓതാനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ ചെടികളിലെ വെള്ളമൊക്കെ കുറഞ്ഞു പോയി. കാരണം ഞാൻ കുറേ ദിവസമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു, ഇതൊന്നും നോക്കാൻ ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടിയില്ല. ഇന്നിപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ചു നോക്കുമ്പോൾ ഇതിനും വെള്ളം കുറഞ്ഞൊക്കെ മഞ്ഞ കളറും ബുദ്ധിമുട്ടൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് അവർക്ക് ആരോഗ്യം വരുത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിതാ വെള്ളമൊക്കെ നിറച്ചു അതിനൊക്കെ അവിടെ വെച്ചു. ഈ പറഞ്ഞ പോലെ ഒരാഴ്ച ഇല്ലാതായപ്പോൾ എൻ്റെ വേറൊരു പോട്ടുണ്ട്, അപ്പുറത്തെ പോട്ടിലെ ചെടി മൊത്തം നാശമായിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ ഒരാഴ്ച കൂടുമ്പോൾ നമ്മളിങ്ങനെ വെള്ളം ഇങ്ങനെ അല്ലെങ്കിൽ ഒരു 3 ദിവസം കൂടുമ്പോഴൊക്കെ നമ്മളിങ്ങനെ വെള്ളം മാറ്റി ഇങ്ങനെ കൊടുത്താൽ ആണ് അവർക്ക് ഹെൽത്ത് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത് കണ്ടില്ലേ ഒരു രൂപത്തിലാവും, ആകെ ഒരു തരം ഇങ്ങനെ ഉണങ്ങല്ല, ഇങ്ങനെ അഴുകിയ പോലെ കണ്ടില്ല, ആ കൂടി വേരും കംപ്ലീറ്റൊക്കെ ഒരു തരം സുഖമില്ലാത്ത രീതിയിലാവും. അപ്പോൾ പോട്ടൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി നീറ്റാക്കി വെച്ചതിന് ശേഷം വെള്ളം നിറച്ചിട്ട് പിന്നെ ഞാനിത് അവിടെ പോയിട്ട് വേറൊരു ചെടി വന്ന് പൊട്ടിച്ചതാണ് ഇത്. ഞാൻ വീഡിയോ എടുത്തില്ല, വിട്ടുപോയി ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ. പിന്നെ വെച്ചാൽ ഞങ്ങൾ ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ പള്ളി തൊട്ടടുത്തായി കാരണം ആൾക്കാർ എപ്പോഴും പോകുന്ന സ്ഥലം. അപ്പോൾ അവിടെയും ഈ ഫോണും പിടിച്ച് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടല്ലേ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിലെ ചട്ടിയിൽ തന്നെ ഉണ്ടായിരുന്ന ചെടിയിൽ നിന്ന് ഒരു പീസ് ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഈ പോട്ടിൽ വെക്കുകയാണ്. എനിക്ക് ഈ ടേബിളിൻ്റെ മേലൊക്കെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പോട്ടിൽ എന്തെങ്കിലുമൊക്കെ വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടം തന്നെയല്ലേ? ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യേ. അങ്ങനെ എന്തെങ്കിലും ഒരു ലീഫുള്ള എന്തെങ്കിലും ഒരു ചെടിയായാൽ മതി. അതിങ്ങനെ നല്ല രീതിക്ക് കുറേ ദിവസം ഇങ്ങനെ നിൽക്കണം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. എനിക്കിങ്ങനെ പുറത്ത് ചെടീനേക്കാളും ഇഷ്ടം അകത്ത് ചെടി വെക്കണം കുറച്ചും കൂടി ഇഷ്ടം കേട്ടോ. പുറത്തും ചെടിയുണ്ട്, പക്ഷേ അകത്തും ഞാൻ അത്യാവശ്യത്തിൽ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ അകത്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചെടി ഇതാ നല്ല ഉഷാറ് നല്ല സുന്ദരമണിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ക്യാൻഡിലും വെച്ചിട്ടുണ്ട്. ഞാൻ ആ ക്യാൻഡിൽ മീഷോന്ന് ഓർഡർ ചെയ്ത് മേടിച്ചു കേട്ടോ. ആ പോട്ട് മീഷോത്തെ പോട്ടാണ്. പിന്നെ ആ കപ്പ് ഫ്ലിപ്കാർട്ടിലത്തെയാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടാമത്തെ ഒരു ചക്കയും കൂടി എനിക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ചക്ക എന്നല്ല, ഇന്നത്തെ ചക്ക 3 ചക്കയുണ്ടെന്ന് ഞാൻ വെട്ടിയിട്ടുണ്ട് കേട്ടോ. അതിലൊരു ചക്കയുടെ വീഡിയോ ഉള്ളൂ. ഞങ്ങളെ വീട്ടിൽ മുറ്റത്തെ ചക്കക്ക് ഈ പറഞ്ഞ പോലെ ചുള 1, 2, 3 കാണുള്ളൂ ചക്കയുടെ ഉള്ളിൽ. പിന്നൊക്കെ ഫുള്ള് ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ പകുതി വെട്ടിയിലൊന്നുമില്ല. ആദ്യം വെട്ടിയ ഭാഗത്തിൽ ഇതാ ഒരു 4-5 ചുള ഉണ്ടാവും. അപ്പോൾ ആ ചുള അപ്പോൾക്കപ്പോൾ തിന്നാനേ ഉണ്ടാവുള്ളൂ. എടുക്കുക തിന്നുക അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ വീട്ടിലെ ആൾക്കാർ കുറവായ കാരണം കേട്ടോ അതങ്ങനെ ഇരിക്കുന്നില്ലെങ്കിൽ പെങ്ങൾ ഉമ്മയുണ്ടെങ്കിൽ ഉമ്മ എല്ലാവരും കഴിക്കും. ഇന്നിപ്പോൾ ഞാനും മോളും അവിടെ കഴിക്കുള്ളൂ. അങ്ങോട്ട് രണ്ടാളും ചക്ക കഴിക്കില്ല, അവർക്ക് ഇഷ്ടമില്ല ചക്ക. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെയൊക്കെ ഒന്ന് ക്ലീനായി ബക്കറ്റ് ഞാൻ അടിച്ച് തെറിപ്പിച്ച് വിട്ടു. അപ്പോൾ പിന്നീട് ഞാനത് പോയി എടുക്കും. അപ്പോൾ തൽക്കാലം അടിച്ചതിന് ശേഷം പിന്നീട് പോയിട്ട് എടുക്കും. അപ്പോൾ ആ ഭാഗം ഒക്കെ ഒന്ന് അടിച്ച് നീറ്റാക്കി വൃത്തിയാക്കിയിട്ട് വെക്കുന്നുണ്ട്. കാരണം ചക്ക ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഈച്ചയും ബുദ്ധിമുട്ടും ഇതൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡെറ്റോളും ഇതൊക്കെ കൂടിയിട്ടിട്ട് തിണ്ണ നന്നായിട്ട് തുടക്കും. അപ്പോൾ പിന്നെ ഈച്ചകൾക്കൊന്നും ആ ഭാഗത്തേക്കേ വരാൻ തോന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ വീഡിയോ.
പിന്നെ മുറ്റമൊക്കെ നന്നായി അടിച്ചു വാരി വൃത്തിയാക്കി ഒരു ഭാഗത്ത് കൂട്ടിയിട്ടുണ്ട്. ഇനി ഈവനിങ്ങിൽ അത് അടിക്കുമ്പോൾ അതൊന്നെങ്കിൽ അത് കോരിയെടുത്ത് അങ്ങോട്ട് കളയും, ഇല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അടിച്ചു പോയിട്ട് അവിടുത്തെ നിന്ന് കൂട്ടി തീയിടും. അപ്പോൾ സുട്ടു ഇതാ പിന്നാലെ നടക്കുന്നുണ്ട്, എന്താ അവർ കാണിക്കണേന്ന് നോക്കിയിട്ട് സുട്ടു പിന്നാലെ വന്നിട്ട് ഫുഡ് കഴിക്കാനുള്ള തത്രപ്പാടിലാണ്. അവനക്ക് ഫുഡ് കൊടുക്കണം ഇനി, എന്നിട്ട് അവനെ ടെറസിൽ കയറ്റി നിർത്തണം. പിന്നെ വൈകിട്ട് 5 മണിക്കേ അഴിച്ചു വിടുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, സീ യു, ടാറ്റാ.